Hi all. So in the last class, we learned about role of voluntary agencies in safety. So the next portion is safety policy. So today we are going to deal with the safety policy. What is the organization's or company safety policy? An organization safety policy is recognized written statement of its commitment to protect the health and the safety of the employees as well as the surrounding community. The safety policy also details the measures the company takes and will take to protect their life, limb, and health of their employees, often surpassing the requirements set out by the laws or by the standard practice of the industry. The Occupational Health and the Safety Acts requires employers to develop and implement a safety policy. To succeed, a safety policy requires both commitment and endorsement from the employer and buy-in from the employers. ഒരു ഓർഗനൈസേഷന്റെ സേഫ്റ്റി പോളിസി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് വിറ്റ്സ് ആക്ച്വലി കമ്മിറ്റ്മെന്റ് ടു പ്രൊട്ടക്ട് ദി ഹെൽത്ത് ആൻഡ് ദ സേഫ്റ്റി ഓഫ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഹെൽത്തും സേഫ്റ്റിക്കും ഉള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ സേഫ്റ്റി പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എംപ്ലോയീസിന് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, അതിന്റെ സറൗണ്ടിങ് കമ്മ്യൂണിറ്റിക്കും കൂടി പ്രൊട്ടക്ഷൻ, ഹെൽത്തിന്റെയും അവർക്കും സേഫ്റ്റി ഉണ്ടാക്കുന്നതിന്റെയും ഒരു ഒരു പോളിസിനെയാണ് നമ്മൾ സേഫ്റ്റി പോളിസി എന്ന് പറയുന്നത്. സേഫ്റ്റി പോളിസി എന്ന് പറയുന്നത് ദി കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പോളിസി ആയിരിക്കണം. അത് ആ കമ്പനിയുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പോളിസി ആയിരിക്കണം. എംപ്ലോയീസിന്റെ സേഫ്റ്റിക്കായിരിക്കണം കൂടുതൽ കൺസേൺ കൊടുത്തിട്ടുണ്ടാവേണ്ടത്. അവരുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അപ്പൊ അവരുടെ ലൈഫിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. Occupation Health and Safety Act requires employees to develop and implement a safety policy. Occupation Health and Safety Act അനുസരിച്ചിട്ട് അവരുടെ റിക്വയർമെന്റ് ആണ് സേഫ്റ്റി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഓരോ കമ്പനിയുടെയും റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എംപ്ലോയീസിന് ഹെൽത്തും അതുപോലെ തന്നെ സേഫ്റ്റിയും ഉറപ്പ് വരുത്തണം. അവരുടെ ഹെൽത്ത് മെഷേഴ്സ്, ഹെൽത്തിന് ദോഷം വരുത്താത്ത രീതിയിൽ സേഫ്റ്റി മെഷേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. To succeed, a safety policy requires both the commitment and endorsement from the employer and the employees. ഒരു സേഫ്റ്റി പോളിസീസ് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്താലും അത് സക്സസ് ആവണമെങ്കിൽ ദ എംപ്ലോയീസ് ആക്ഷനിൽ കൊണ്ടുവരണം. സോ ഇറ്റ്സ് ആക്ച്വലി കമ്മിറ്റ്മെന്റ് ബിറ്റ്വീൻ employer and the employees. There are mainly three sections in the safety policy. Two sections of safety policy. First section is the statement of the policy. Second one is the responsibility. Third one is the arrangements of the procedures. So statement of policy is actually employer's commitment are the എംപ്ലോയീസിന്റെ ഹെൽത്തിനും ഇതേപോലെ തന്നെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. So the goal of the policy. Responsibility, which is actually for stating who is responsible for implementing that particular policy. We will track whether that particular implemented policy is executed. Arrangements of procedures. Arrangements procedures എന്ന് പറയുന്നത് പോളിസീസിന്റെ അല്ലെ പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പോളിസീസിനെ ഔട്ട്ലൈൻ ചെയ്യുന്നതാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും. അപ്പൊ ഔട്ട്ലൈൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ടു റെഡ്യൂസ് ദി dangerous situation, okay? Work environment. It may also include the details of employee training, use of administrative controls, hazard isolation, locking, warnings, signs and symbol marking, etc. Use of person protective equipment, removing hazardous materials or replacing them with less harmful alternatives. Improved lighting and working environment, prevention of slip, trip and fall incidents. അത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും? എംപ്ലോയിയുടെ ട്രെയിനിങ് ഉൾപ്പെട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് എങ്ങനെ യൂസ് ചെയ്യാൻ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുപോലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും ഈ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കംസ് സേഫ്റ്റി ഓഫീസർ. നിങ്ങൾ ഈ സേഫ്റ്റി പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും we will be the responsible person who take care of what's happening to this policy and what's going on in the
കമ്പനി. ഒരു കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് എങ്ങനെ അത് കറക്റ്റ്ലി കൊണ്ടുവരാൻ പറ്റും, അതിനൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട ഒരാൾ വേണം. കാരണം സേഫ് എൻവയോൺമെന്റ് ആണ് ഇമ്പോർട്ടന്റ്. അതിന്റെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത്. സേഫ്റ്റി ഓഫീസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് particular person who takes the role as who takes care of the company's policies, not only company's policies, who have to check what is going on in the company and how to act immediately with that particular situation. 100 things happen at once in an organization, and each of these activities need to take place in a safe environment. ഒരുപാട് കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ നടക്കുമ്പോൾ അതെല്ലാം സേഫ് ആയിട്ടാണ് നടക്കുന്നതെന്നെല്ലാം അറിയണം. So there will be a particular person who has to recognize, what to act on if something is happening wrong. So how particular situation ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺഷ്യപ്പെടുത്താൻ ആൾ വേണം. അതാണ് സേഫ്റ്റി ഓഫീസർ പറയുന്നത്. The safety officer is an internal employee who is assigned to prevent accident, response to emergencies, and evaluate the effectiveness of the company's safety programs. A safety officer identifies safety hazards, investigates them thoroughly, and controls them before gets reports. Previous safety officer actually internal employee തന്നെയാണ്. പുള്ളിനെ അസൈൻ ചെയ്തിട്ടുള്ള എന്തിനാണ് ആക്സിഡൻസ് പ്രിവെന്റ് ചെയ്യാൻ, എമർജൻസിയുടെ റെസ്പോണ്ട് ചെയ്യാൻ, അതുപോലെ പർട്ടിക്കുലർ സേഫ്റ്റി പ്രോഗ്രാംസിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ, എന്നൊക്കെയാണ് സേഫ്റ്റി ഓഫീസറിന്റെ റോൾ. So safety officer actually identifies safety hazards, investigates them thoroughly, and controls them before someone gets hurt. The safety officer is the head of the safety department, and in most organizations reports to chief operations officer. Safety officer ആണ് safety departmentന്റെ head എന്ന് പറയാൻ പറ്റും. Safety officer also checks if the safety program is working effectively and efficiently to meet all the requirements. ഒരു കമ്പനിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സേഫ്റ്റി പ്രോഗ്രാംസ് എഫക്റ്റീവ്ലി ആണോ അല്ലെങ്കിൽ എഫിഷ്യന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് സേഫ്റ്റി ഓഫീസറിനാണ്. So the role of the safety officer can vary from company to company, but they all have one thing in common, that is ensuring the safety of everyone in the workplace. They verify that everyone on the site is following safe work practices and doing their job safely. Qualifications of the safety professional. ഒരു സേഫ്റ്റി പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? He should possess a recognized degree in any branch of engineering or technology or physics or chemistry, and have sufficient practical experience of working. Particular safety profession എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിട്ടുണ്ടാവും, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു സേഫ്റ്റി ഇൻഡസ്ട്രി സേഫ്റ്റിയുടെ ഒരു ഡിഗ്രി ഓർ ഡിപ്ലോമ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി ഒരു പർട്ടിക്കുലർ നോളേജ്, കോമൺ സെൻസ് പറയുന്ന പർട്ടിക്കുലർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ അത് അഡ്വക്കേറ്റ് നോളേജ് വെച്ചിട്ട് അവിടെ ലാംഗ്വേജ് വെച്ച് എങ്ങനെ ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റണം. അതുപോലെ മെജോറിറ്റി ഓഫ് പേഴ്സണ് പറയുന്ന ലാംഗ്വേജ് അറിയാൻ പറ്റണം. അതേപോലെ തന്നെ ഈ ഒരു ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യങ്ങളൊക്കെ പർട്ടിക്കുലർ സേഫ്റ്റി പ്രൊഫഷനിൽ ഉണ്ടായിട്ടുണ്ടാവുന്നത്. He should possess a degree or diploma in industrial safety recognized by the central government. Should have an adequate knowledge of language spoken by majority of the workers in the industry, which he has mentioned. Duties of safety officer. To advise the concerned departments in planning and organizing measures necessary for the effective control of personal injuries. To advise on safety aspects of the departmental work. To carry out detailed job security studies of selected work. To check and evaluate the effectiveness of action taken on was to be taken to prevent in-person injuries. To advise purchasing and store departments in ensuring high quality and availability of personal protective equipment. ഒരു സേഫ്റ്റി ഓഫീസറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് കൺസേൺ ഡിപ്പാർട്ട്മെന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്, സേഫ്റ്റി മെഷേഴ്സിനുള്ള പ്ലാനിങ്ങും നടത്തുക, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക പർട്ടിക്കുലർ മെഷേഴ്സ് ടു പ്രിവെന്റ് ഫ്രം ആക്സിഡൻസ്. ആക്സിഡൻസ് ആണ് പേഴ്സണൽ ഇഞ്ചുറീസ് ഉണ്ടാക്കുന്നത്, എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല
സേഫ്റ്റി ജോബ് സേഫ്റ്റി സ്റ്റഡീസ് ഉള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇൻജുറീസ് വന്നിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അതെന്താണ് വാല്യുവേഷൻ നടത്തി പർട്ടിക്കുലർ ആക്ഷൻ എടുക്കാനുള്ള കഴിവുണ്ടാകുന്ന ഒരാളായിരിക്കും. To advise purchasing and store departments in ensuring high quality and availability of personal protective equipment. Personal protective equipment പർച്ചേസ് ചെയ്തിട്ട് ഹൈ ക്വാളിറ്റി ആവുന്ന എൻഷുർ ചെയ്തിട്ട് അത് അവൈലബിൾ ആക്കണം ഡിപ്പാർട്ട്മെന്റിൽ. അതുപോലെ തന്നെ സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് എല്ലാം നടത്താൻ പറ്റണം. ഒക്യുപേഷൻ ഡിസീസ് എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നല്ല ചെക്ക് ചെയ്യണം. അത് ഡേഞ്ചേഴ്സ് ആണോ എങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും മീഡിയം പിന്നെ റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്യുപേഷണൽ ഡിസീസ് എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ ട്രാക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻവെസ്റ്റിഗേറ്റ് പേരിനകത്ത് സെലക്ട് ആക്സിഡൻസ് മാത്രമല്ല ആക്സിഡൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുന്ന ഒരാളായിരിക്കണം. പല ഡിപ്പാർട്ട്മെന്റ്സിലും എന്താ പറയാ സേഫ്റ്റി പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. നമ്മളെ വർക്കേഴ്സിനോട് ഡീൽ ചെയ്തിട്ട് അവരോട് അവരോടും കൂടെ ചോദിച്ച് എങ്ങനെ സേഫ് കണ്ടീഷൻസ് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് സൃഷ്ടിക്കാം എന്നുള്ളത് പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ ഒരു സേഫ്റ്റി റൂൾസ് ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്താൽ അല്ലെങ്കിൽ അത് ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. കുറെ ഡ്യൂട്ടീസ് ഉണ്ട് സേഫ്റ്റി ഓഫീസർ എന്ന് പറയും. Safety committee. A safety committee is an organization group that operates within a workplace and is composed of members from various departments, including management, frontline workers, and office staff. Okay, safety committee എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഗ്രൂപ്പില് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെമ്പേഴ്സ് ഉണ്ടാവും, മാനേജ്മെന്റ് ഉണ്ടാവും, ഫ്രണ്ട്ലൈൻ വർക്കേഴ്സ് ഉണ്ടാവും, ഓഫീസ് സ്റ്റാഫ്സ് ഉണ്ടാവും. എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ് സേഫ്റ്റി കമ്മിറ്റി എന്ന് പറയുന്നത്. The safety committee actually brings together workers and employees through regularly scheduled meetings. Work safety issues are addressed. Regularly meetings schedule ചെയ്തിട്ട് സേഫ്റ്റി മെഷേഴ്സിനെ സേഫ്റ്റി ഇഷ്യൂസിനെ കുറിച്ച് അഡ്രസ് ചെയ്യാൻ ആണ് സേഫ്റ്റി കമ്പനീസ് ആക്ച്വലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനുകൾ. The main purpose of safety committee is to mitigate the risk of workplace injuries and illness. വർക്ക്പ്ലേസിൽ റിസ്ക് കുറയ്ക്കാൻ, ആക്സിഡന്റൽ റിസ്ക് കുറയ്ക്കാൻ, ഇൽനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതാണ് മെയിൻ പർപ്പസ് സേഫ്റ്റി കമ്മിറ്റി കൊടുക്കുക. Its duties also include informing and educating employees about safety issues, setting achievable safety goals for the organization, and fostering a safety culture among the workforce. അതേപോലെ തന്നെ എംപ്ലോയീസിന് ട്രെയിനിങ് എഡ്യൂക്കേഷനും കൊടുക്കാൻ പറ്റും. സേഫ്റ്റി കമ്മിറ്റീസ് ആർ ടിപ്പിക്കലി ഫോർമൽ അറേഞ്ച്മെന്റ്സ് ദാറ്റ് involve regular meetings like the weekly or സേഫ്റ്റി കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ ഫോർമൽ അറേഞ്ച്മെന്റ്സ് ആണ്. റെഗുലർ മീറ്റിംഗ്സ് ഉണ്ടാവും, മന്ത്ലി വീക്കിലി ഒക്കെ മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തേണ്ടതാണ്. സ്മോളർ കമ്പനീസ് how it's common for the safety committee to be gather all the staff members monthly or quarterly safety meetings. ചെറിയ കമ്പനികളിൽ ചിലപ്പോൾ അത് എപ്പോഴും വീക്കിലി മീറ്റിംഗ്സ് പോസിബിൾ ആവണമെന്നില്ല. ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും അവർ മീറ്റിംഗ്സ് നടത്തുന്നത്. Safety committee best practices include making sure that everyone has the opportunity to provide input at the questions and these concerns. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ സെക്ഷനിലും മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചേർത്തിട്ടുള്ള കമ്മിറ്റി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നു. അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു അവകാശം ഉണ്ടായിരുന്നു. അവർക്ക് കൺസേൺസ് പറയാൻ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു. The main purpose of safety committee is to reduce the risk of workplace injuries and illness. Functions. The safety committee serves a variety of functions such as developing health safety programs, promoting safe work practices, facilitating safety trainings, performing workplace inspections, carrying out accident investigations, acting as a contact between employees and management, reviewing injury and illness records, increasing awareness about workplace safety issues, identifying source and appropriate control issues.
Safety committee help provide a more perspective of the safety status of the organization. It serves as a visible body that can be approached for safety or health complaints, suggestions, and other feedback. സേഫ്റ്റി കമ്മിറ്റി പ്രീമിയം അവിടെ നമ്മുടെ നല്ല കംപ്ലൈൻസുകൾ പറയാൻ പറ്റുന്ന സെക്ഷൻസ് പറയാൻ പറ്റുന്ന ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സർവീസ് ആയിരുന്നു സേഫ്റ്റി കമ്മിറ്റി കൊണ്ട് രജിസ്റ്റർ. As the committee solely deals with the safety-related issues, it ensures that there are employees focused and dedicated to coordinating safety techniques.